അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ ബാക്ക് പാർട്ടാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ സിബിന് വേണ്ടി സിബിൻ്റെ ഇറക്കത്തിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവ് ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് പ്രസ് അടി കൊടുക്കുക. പിന്നെ ഇതാണ്ട് ഷേപ്പ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ടുണ്ട് വെള്ളിയും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരുമിച്ച് വെക്കുക. ഇനി എനിക്കിതിന് മുമ്പ് തന്നെ ഷിബ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. കയ്യിലുള്ളവർ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഷിബ് വെച്ചിട്ട് പ്രസ് ചെയ്തവിടെ അടിച്ച് കൊടുക്കുക കേട്ടോ. ഷിബ് അറ്റാച്ച് ചെയ്യുന്നൊക്കെ സെപ്പറേറ്റ് വീഡിയോ ഇൻഷാല്ലാ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഷോൾഡർ രണ്ടും അരേഞ്ച് ചെയ്തിട്ട് ഇവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഷിബില്ലാത്തവർ ഇവിടെ ഒരു എന്താ പറയുക പിന്നെന്തെങ്കിലും കുത്തി വെച്ചിട്ട് ചെയ്തുകൊണ്ടിട്ടോ. ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അളവ് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് ആവശ്യത്തോട്ടില്ലാണ് കേട്ടോ. സ്കേർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുത്ത തുണി വെച്ചാൽ അരവണ്ണത്തിലാണ് അതിൻ്റെ 3 ഇരട്ടി അങ്ങനെയാണ് തുണി എടുത്തത് കേട്ടോ. എന്നിട്ട് അതിനെ 2 പാർട്ടാക്കിയാണ്ട് പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലോട്ട് വേറെയും ബാക്കിലോട്ട് വേറെയും. പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് തുണി കുറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കയ്യിലനുസരിച്ച് നിങ്ങൾക്ക് തുണി എടുക്കാം കേട്ടോ. തുണി കൂടുന്നവരെ പ്ലീറ്റ് കൂടും, അപ്പോൾ ഭംഗി കൂടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ നിറവിട്ടതിന് ശേഷം നമ്മൾ അരക്കൊന്ന് വെച്ച് നോക്കി കറക്റ്റ് പ്ലീറ്റ് അല്ലേ എന്നുള്ളത് വെച്ച് നോക്കുക ആദ്യം. അതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ നല്ല വശവും താഴെ സ്കേർട്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ഒരുമിച്ചാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷേ അതിന് മുമ്പ് ഞാനിവിടെ ലൈനിങ് കൂടെ ചെയ്യുന്നുണ്ട്. ലൈനിങ്ങും ഇതേപോലെ തന്നെ നിറവിട്ടെടുത്തതാണ്. അതാ ഇത് 3 ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്ക് സൈഡും ചെയ്യാം കേട്ടോ. ഇതാ ഇത് രണ്ടും ഇതേപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് ജോയിൻ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു കൈക്കുഴിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അരഭാഗവും ഒരുമിച്ച് പിടിക്കുക. രണ്ടിൻ്റെയും അളവ് സെയിം ആവണം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ലൈനിങ്ങും നല്ല ക്ലോത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ആദ്യം നല്ല ക്ലോത്തിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ്ങും ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ റെഡിമെയ്ഡൊന്നും ഇങ്ങനെയല്ല ചെയ്യുന്നത്. റെഡിമെയ്ഡൊക്കെ നമ്മൾ ലൈനിങ്ങുമ്പോൾ തുടങ്ങിയിട്ടൊക്കെയാണ്. അത് ഇൻഷാല്ലാ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ വശം മടക്കി അടിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രോക്ക് റെഡിയായി. ഇനി ഇതിൻ്റെ ഈ മുകൾ വശത്ത് ഞാനൊരു അടി സ്റ്റിച്ച് അവിടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി അത് ആദ്യം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ 3 ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു വുഡിൻ്റെ ബട്ടൺ എടുത്തു. പക്ഷേ അത് 3 അല്ല 2 ഉള്ളൂ. അപ്പം ഞാൻ വേറൊരു ബട്ടൺ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ. ഇനി എനിക്ക് ഇതിന് പകരം ബോയൊക്കെ വെച്ചിട്ടും ഇത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കാർക്കെങ്കിലും സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബേബി ഫ്രോക്കാണ്.